പ്രിയൻ ഇപ്പോൾ ഈ നടീനടന്മാരും സംവിധായകരുമൊക്കെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് കൂടി വരികയാണ്. ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവുമായി യുവ സംവിധായകരെ പിടിയിലായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെ? അതായത് ഹൈബ്രിഡ് കഞ്ചാവുമായി മലയാള സിനിമയിലെ യുവ സംവിധായകർ അറസ്റ്റിലായിട്ടുണ്ട്. ഖാലിദ് റഹ്മാൻ, അഷറഫ് ഹംസ എന്നിവരെയാണ് പിടികൂടിയത്. ഷാലിഫ് മുഹമ്മദ് എന്നൊരാൾ ഇവർക്കൊപ്പം അറസ്റ്റിലായിട്ടുണ്ട്. ഛായാഗ്രാഹകൻ സമീർ താഹിറിൻ്റെ കൊച്ചിയിലെ ഫ്ലാറ്റിൽ നിന്നാണ് മൂവരെ അറസ്റ്റ് ചെയ്ത് 1.5 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. പുലർച്ചെ 2 മണിക്കായിരുന്നു ഇവർ അറസ്റ്റിലായത്. അനുരാഗ കരിക്കിൻ വെള്ളം, ഉണ്ട, ലവ്, തല്ലുമാല, ആലപ്പുഴ ജിംഖാന എന്നീ സിനിമകളുടെ സംവിധായകനാണ് ഖാലിദ് റഹ്മാൻ. തമാശ, ഭീമൻ്റെ വഴി, സുലൈഖ മൻസൽ എന്നീ സിനിമകളുടെ സംവിധായകനാണ് അഷ്റഫ് ഹംസ. പിടിയിലായ സംവിധായകർ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇവർ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സിനിമയുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലാറ്റിൽ ഒത്തുകൂടിയത്. അവിടെ വെച്ചിട്ടാണ് പിടിയിലാവുന്നത്. രഹസ്യ വിവരം കിട്ടിയതിന് പിന്നാലെയാണ് അവരുടെ കൂടെയുള്ളോ അല്ലെങ്കിൽ ഇവർ അറിയുന്നവരോ ആരെങ്കിലും ഇല്ലെങ്കിൽ ഫ്ലാറ്റിൽ ഇവർ സ്ഥിരമായി വരുന്നത് കാണുന്നവരോ ഈ ലഹരി ഉപയോഗിക്കുന്നതിനെ പറ്റി ഫ്ലാറ്റിൽ ശ്രദ്ധിച്ചിട്ടുള്ളവരോ ആയിരിക്കാം ചിലപ്പോൾ വിവരം കൊടുത്തത്, ആരെന്നറിയില്ല. എന്തായാലും എക്സൈസിൻ്റെ രഹസ്യ വിവരം കിട്ടി, ഇവരുടെ ലൊക്കേഷൻ മനസ്സിലായി, ഇവരിവിടെ ഉണ്ടെന്ന് കണ്ടെത്തി വന്നു, അറസ്റ്റ് ചെയ്തു. ഇത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഈ അളവിലാണെങ്കിൽ ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. കഞ്ചാവിന് ഇത്ര അളവ് വരെ ഉപയോഗിക്കുന്നതിൽ കുറ്റവാളികളാണെങ്കിലും ജാമ്യം കിട്ടും, സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പായതുകൊണ്ട് ഒരു സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. എന്തായാലും സിനിമയിൽ ഈ ലഹരി വ്യാപനം കൂടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ചെറുതോ വലുതോ ആയ കുറ്റകൃത്യമായാലും ശരി തന്നെ, കഞ്ചാവ് ഉപയോഗിക്കുന്നതാണെങ്കിലും ഇല്ലെങ്കിൽ സെറ്റിൽ മദ്യപിക്കുന്നതാണെങ്കിലും ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതാണെങ്കിലും ഒരു തൊഴിലിടത്തിൽ ഉപയോഗിക്കപ്പെടേണ്ട ലഹരി വസ്തുക്കളല്ല ഇവയൊന്നും എന്നുള്ളൊരു ബോധ്യം വേണം. സിഗരറ്റ് വലിക്കുന്നത് പോലും പൊതു ഇടത്തിൽ ശിക്ഷാർഹമാണ്. അപ്പോൾ ഒരു തൊഴിലിടം എന്ന് പറയുന്നത് പൊതു ഇടമാണ്, എല്ലാവരും വരുന്നതാണ്. ആ സ്ഥലത്ത് ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം വ്യാപിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ പറയുന്ന ഈ അറസ്റ്റിലൂടെയാണ്. നമ്മൾ തൊട്ടു മുമ്പ് ചർച്ച ചെയ്തതേ ഉള്ളൂ, ഷൈൻ ടോം ചാക്കോയ്, ശ്രീനാഥ് വാസി അടക്കമുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ തെളിവ് വന്നത്. ഇത് എന്തുകൊണ്ടാണ് സിനിമയ്ക്കകത്ത് ഇത്തരം ലഹരി ഉപയോഗം വ്യാപിക്കുന്നതെന്നാണ്. ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യം എന്നെ വളരെയധികം സ്ട്രൈക്ക് ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ സിനിമാ ചർച്ചകൾക്കായിട്ട് വരുന്ന ആൾക്കാരാണ് ഇവർ. അതങ്ങനെ വരുമ്പോൾ ഒത്തുകൂടുമ്പോഴാണ് ഈ ലഹരി ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു നിർണായക വിവരമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കലാപരമായ സൃഷ്ടി നടത്താൻ ലഹരിയെ ആശ്രയിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അത് എത്ര മാത്രമല്ല ഈ സിനിമകളൊക്കെ പരിശോധിച്ചാൽ അതൊക്കെ അത്യാവശ്യം ഓടിയ സിനിമകളൊക്കെയാണ്. അവർക്ക് അത്യാവശ്യം കണ്ടന്റുള്ള സംവിധായകരൊക്കെ തന്നെയാണ്. അവർക്കുള്ളിൽ സിനിമയുണ്ട് അവരുടെ ഉള്ളിൽ. നമുക്കറിയാം ഈ പഴയ കാലഘട്ടമൊക്കെ മാറി ഒരു ലോബിയൊക്കെ മാറിക്കൊണ്ട് ന്യൂജൻ കടന്നു വരുന്നുണ്ട്. അവരുടെ സിനിമകൾക്ക് സ്വീകാര്യത, കണ്ടന്റ് നല്ലതാണെങ്കിൽ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. ആർട്ടിസ്റ്റുകളെ പോലും നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ജോസ് തോമസ് ഒക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു സിനിമ എടുക്കാൻ 3 കോടി രൂപയുടെ ആവശ്യമേ ഉള്ളൂ. അത്യാവശ്യം ചെറിയ ആർട്ടിസ്റ്റുകൾ 1-2 പേർക്ക് മാത്രം കുറച്ച് നല്ല ആർട്ടിസ്റ്റുകളെ വെച്ച് കഴിഞ്ഞാൽ നല്ല കണ്ടൻ്റ് ആണെങ്കിൽ സിനിമ ഓടും. വലിയ മോഹൻലാലോ മമ്മൂട്ടിയോ പൃഥ്വിരാജോ ഒന്നും വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് സിനിമകൾ നമ്മളിപ്പം ഈ ആലപ്പുഴ ജിംഖാന അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിനിമകൾ, വാഴ എന്ന് പറഞ്ഞ സിനിമ, അതിലൊന്നും ഒരു ആർട്ടിസ്റ്റുകളും ഇല്ല. ഏതൊക്കെ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതിലൊക്കെ തന്നെ പൊന്മാൻ, ബേസിൽ ജോസഫിൻ്റെ, അങ്ങനെ ഇതൊക്കെ വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്തെടുത്ത സിനിമകളാണ്. പക്ഷെ മനോഹരമായി ചെയ്യുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് മോഹൻലാലിൻ്റെ തന്നെ വന്ന സിനിമയും 100 കോടിയും 200 കോടിയും ഒന്നും അല്ലല്ലോ. ഒരു ടാക്സി ഡ്രൈവറുടെ കഥ പറയുന്നതാണ്, കുറഞ്ഞ നിരക്കിൽ ചെയ്തു വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ പൈസയൊന്നും വാരി എറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ വരുന്ന സംവിധായകരൊക്കെ തന്നെ അല്ലെങ്കിൽ നടീനടന്മാരൊക്കെ തന്നെ ഇങ്ങനെ ഈ ലഹരി പദാർത്ഥങ്ങളിലേക്ക് പോകുന്ന ഒരു തെറ്റായ പ്രവണതയാണ്. അത് ശരിയല്ലാതെ അത് അക്കാര്യത്തിൽ സർക്കാരൊക്കെ അലംഭാവം കാണിക്കാതെ തന്നെ നടപടി എടുക്കേണ്ടതാണ്. അത് ഈ ലഹരി ഉപയോഗത്തിന് അല്ലെങ്കിൽ കലാസൃഷ്ടിക്ക് ലഹരി ഉപയോഗം അത്യന്താപേക്ഷിതമാണ് എന്ന് പറയുന്ന ഒരു അബദ്ധ ന്യായവാദം അവർ ഉന്നയിക്കുന്നുണ്ട്. അത് വളരെ തെറ്റാണ്. അതായത് നമ്മുടെ മഹാരഥന്മാരായ ആൾക്കാർ, ഇവിടെ സാഹിത്യകാരന്മാർ, സംഗീതജ്ഞന്മാർ ഇവരൊക്കെ ജീവിച്ചിരുന്നു. അവർ ചിലരൊക്കെ മദ്യപിക്കുമായിരുന്നുവെങ്കിലും ഭൂരിപക്ഷം ആൾക്കാരും മദ്യപിക്കുകയോ ലഹരി ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. പകരം ഇപ്പോൾ ആശാനെ പോലുള്ളവരൊക്കെ ആധ്യാത്മികതയുടെ ലഹരിയിലാണ് അവരെല്ലാം വിഹരിച്ചിരുന്നത്. അങ്ങനത്തെ ഒരു സംസ്കാരമായിരുന്നു നമുക്കുള്ള. ആശാൻ എന്ത് ലഹരിയാണ് ഉപയോഗിച്ചിരുന്നത്? വള്ളത്തോൾ എന്താ ഉപയോഗിച്ചിരുന്നത്? ഒരു ലഹരിക്ക് എതിരുമായിരുന്നു. ചങ്കം പോയ അതിനൊരു അപവാദമായിരിക്കാം, ശരി. പി കുഞ്ഞിരാമൻ നായർ ഒരു അപവാദമായിരിക്കാം. പക്ഷേ ഈ പറയുന്ന ഭൂരിപക്ഷം ആൾക്കാരും, ഇടശ്ശേരി, വൈലോപ്പള്ളി അതുപോലുള്ള മഹത്തായ കവികൾ ഉണ്ടായിരുന്നല്ലോ, അവരാരും ഈ പറയുന്ന ലഹരി ഉപയോഗിച്ചതായിട്ട് അറിവില്ല. നമ്മുടെ ഏറ്റവും മികച്ച ഗായകൻ, മലയാളത്തിൻ്റെ ഗാനഗന്ധർവൻ യേശുദാസ്,
അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്ന ആളല്ല, അല്ല. അദ്ദേഹം ഒരു തരത്തിലുള്ള ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. അല്ല. വളരെ ദൈവവിശ്വാസി ഭക്തനുമായിട്ടുള്ള ആളാണ് അതെ. ഈ പറയുന്ന MG ശ്രീകുമാർ. ഉം. ഇല്ലെങ്കിൽ മറ്റ് സംഗീത സംവിധായകർ ഒരുപാട് പേരില്ലേ. സത്യനന്ദിക്കാടൊക്കെ ആ സത്യനന്ദിക്കാടൊക്കെ, നല്ല മനുഷ്യനാണ്. അതെ, ലോഹിതദാസ് ഉണ്ടായിരുന്നു, ആ സിനിമാ സംവിധായകരുണ്ടായിരുന്നു. ഇവരൊക്കെ അന്ന് മാതൃകയും കൂടെ ആയിരുന്നു. കാരണം ഒരു സെറ്റിൽ എങ്ങനെ മാന്യമായിട്ട് പെരുമാറണം, എങ്ങനെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം എന്നുള്ളത്. എന്തിനായിരുന്നു നമ്മുടെ മഹാനടന്മാരിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാരെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടാണോ ഇത്ര നല്ല? മധു എന്ന് പറയുന്ന മലയാളത്തിൻ്റെ കാരണവർ ഇന്നും ഉണ്ടല്ലോ. അദ്ദേഹം എന്ത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്? ഒരു ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യനല്ല അദ്ദേഹം. ഈ പറയുന്ന കഞ്ചാവ് ബീഡി വലിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയുമോ? സിനിമയിൽ അഭിനയിക്കുമ്പോൾ ബീഡി വലിക്കും. മധു അല്ലാതെ ഇത്തരം ലഹരിയൊന്നും ഉപയോഗിക്കുന്നത് വളരെ ആരോഗ്യത്തിൽ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മനുഷ്യനും കൂടെയാണ് അദ്ദേഹം. അപ്പോൾ വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന ആളാണ്. അതുപോലെ തന്നെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഈ പറയുന്ന ലഹരി ഉപയോഗിക്കുന്നുണ്ട്? ഒന്നുമില്ലല്ലോ. അവരൊക്കെ സെറ്റിൽ എന്ത് കൃത്യമായിട്ടാണ് പെരുമാറുന്നത്, എന്ത് വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നത്. അവർ ഈ പറയുന്ന ഡിസിപ്ലിൻ എല്ലാവരും പറയുന്നുണ്ട്. ഒരിക്കൽ ഈ ഷൈൻ ടോം ചാക്കോയുടെ കാര്യം പറഞ്ഞില്ലേ, അയാൾ സെറ്റെല്ലാം ശ്രദ്ധിക്കും, പ്രോപ്പർട്ടി ഏതാ സ്ഥലത്താണോ ഇരുന്നത് വരെ ശ്രദ്ധിച്ച് പറയുന്ന ആളെന്ന് ആരോ പറഞ്ഞു. മാലാപാർവതി പറഞ്ഞു എന്ന് പറഞ്ഞു. അതിലും കൃത്യതയാണ് മോഹൻലാലിനൊക്കെ. അതിൻ്റെ ഒരു അംശം പോലും ഇവർക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന ഏറ്റവും നിഷ്കളങ്ക വന്ന് ഷൂട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഡാൻസിൻ്റെ രംഗം കഴിഞ്ഞ് നിലത്ത് ക്ഷീണിച്ച് കഴിഞ്ഞാൽ നിലത്തിരുന്ന് അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് റിലാക്സ് ആവുമെന്ന് പറഞ്ഞ മോഹൻലാൽ ചെയർ വേണമെന്ന് പോലും വാശി പിടിക്കാറില്ല. ഈ ചെയറും കൊണ്ട് കുടയും കൊണ്ട് ആൾ പുറകെ നടക്കണം എന്നുള്ള ഒരു നിർവാശിയുള്ള ആളല്ല മോഹൻലാലിനെ പോലുള്ളവരാണ്. അതുപോലെ ദിലീപിനെ എടുത്ത് പരിശോധിച്ചാലും ദിലീപ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നതുകൊണ്ട് ഈ ഇത്തരം കണ്ടിന്യൂറ്റി വിഷയങ്ങളിലൊക്കെ ദിലീപും ഭയങ്കര ശ്രദ്ധ പുലർത്തുന്ന ആളാണ്. അതെ, അങ്ങനത്തെ ഒരുപാട് നടന്മാരുണ്ട്. അത് വലിയൊരു ആനക്കാര്യമായിട്ട് മാലാപാർവതി പറയേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ കാണേണ്ട കാര്യമില്ല. എങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ ഈ ലഹരി ഉപയോഗത്തിനെ എത്ര കണ്ട് ന്യായീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന ഇത്രയും പുകൽ ഉയർന്നതിന് ശേഷമാണ് ഈ ഫ്ലാറ്റുകളിലേക്ക് പരിശോധനയ്ക്ക് എത്തിയത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അതായത് ഇത്രത്തോളം വിമർശനം വന്നു, ജനങ്ങൾക്ക് സീരിയസ് ആയി, മാധ്യമങ്ങൾ അലേർട്ടായി. ഇതിനെതിരെ ലഹരിക്കെതിരെ വിവിധ മാധ്യമങ്ങൾ ക്യാമ്പയിൻ കൊണ്ടുവന്നു, സംഘടനകൾ ക്യാമ്പയിൻ കൊണ്ടുവന്നു, മത സാമുദായിക സാംസ്കാരിക രംഗങ്ങളിലുള്ള ആൾക്കാരെല്ലാം പുറത്തേക്ക് വന്നിട്ട് പറയുകയുണ്ടായി ഈ പരിപാടി നടപ്പില്ല എന്ന്. മനസ്സിലായില്ല? ഈ സിനിമകളുടെയൊക്കെ സ്വാധീനം കൊണ്ടാണ് ലഹരി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും ന്യായീകരണമല്ല. പക്ഷേ സിനിമാക്കാരുടെ സ്വാധീനം കൊണ്ടാണ് ലഹരി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെയും നമുക്കത് അംഗീകരിക്കേണ്ടില്ല. സിനിമയുടെ സ്വാധീനം കൊണ്ടല്ല. ഒരു കലാസൃഷ്ടി ഒരിക്കലും അത്തരത്തിൽ സ്വാധീനിക്കപ്പെടുന്നില്ല. എൻ്റെ ഒരു ധാരണ അതാണ്. പക്ഷേ ഇപ്പോൾ പിടിയിലായിരിക്കുന്ന സംവിധായകർ ചെറിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് എങ്കിൽ പോലും, അല്ലെങ്കിൽ ചെറിയ കേസാണ് വന്നിരിക്കുന്നത് എങ്കിൽ പോലും അതിന് ഗുരുതര സ്വഭാവമുണ്ട്. കാരണം മാതൃകയാവേണ്ടവർ ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ച് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നത് വലിയ ദോഷത്തിന് കാരണമാകും. അത് തെറ്റായ പ്രവണതകൾക്ക് വഴിമരുന്നിടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.